ഗായ്സ് എവ്രിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാക്ക് ഹാൻഡ് സ്പ്രിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് പവർ ആണ്. പിന്നെ നമുക്ക് ബോയ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും നമുക്ക് ഹാൻഡ് പവർ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് പവർ കൂട്ടാനായിട്ടുള്ള കുറച്ച് ബേസിക് എന്താ പറയുക എക്സസൈസസും അതിന് കുറച്ച് സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ജമ്പിങ് ജാക്സും ഹൈ നീസും ഒക്കെ ചെയ്ത് അതേപോലെ നിങ്ങളെ ബോഡി നന്നായിട്ട് വാം അപ്പ് ചെയ്തെടുക്കുക. അത് ചെയ്താൽ മാത്രമേ ഇതിന് കറക്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എക്സസൈസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിക്കോ. നമ്മൾ ഇതുപോലെയുള്ള വർക്കൗട്ടും അതേപോലെ തന്നെ നല്ല ഫ്ലിപ്പും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് കിടക്കാം. വർക്കൗട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഹാൻഡ് സ്ട്രെച്ചസ് ചെയ്യാം. നമുക്ക് അപ്പോൾ ആദ്യം ഹാൻഡ് റൊട്ടേറ്റിംഗ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. Then reverse. 1 2 3 4 5 6 7 8 9 10. Then opposite side, അതായത് ജസ്റ്റ് ഇത് ഫ്രണ്ടിലേക്കും ഇത് ബാക്കിലേക്കും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. അനദർ സൈഡ്, അതായത് നേരത്തെ നമ്മൾ ഇത് ഫ്രണ്ടിലേക്കായിരുന്നു, ഇനി നമുക്ക് ഇത് ഫ്രണ്ടിലേക്കും ഇത് ബാക്കിലേക്കും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് ബേസിക് സ്ട്രെച്ചറിലേക്ക് കിടക്കാം. 1, അതായത് നമ്മുടെ വിരലുകൾ നന്നായിട്ട് വലിക്കാം. 1, another side, 2 3 4. നിങ്ങൾക്ക് കൗണ്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് കുറച്ച് ചെയ്യുന്നത്. ദെൻ ബാക്കിലേക്ക്, ഇവിടുന്ന് ബാക്കിലേക്കാണ്. 1 2 3. നിങ്ങൾക്ക് കൗണ്ട് കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. അപ്പോൾ ബേസിക് സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നീ പുഷപ്പ് ആണ്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിച്ചുതരാം. നമ്മൾ ജസ്റ്റ് മുട്ടുകാലിൽ ഇങ്ങനെ നിന്നിട്ട് രണ്ട് കൈയും ഫോർവേഡായിട്ട് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു ചെസ്റ്റിന് ഇറങ്ങാനുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രം നമുക്ക് രണ്ട് കൈയിലും വെച്ചാൽ മതി. അല്ലാതെ ഓവർ വൈഡ് ആക്കരുത്, ഓവർ ക്ലോസ് ആക്കിയും വെക്കരുത്. കറക്റ്റ് ഒരു ചെസ്റ്റിന് ഇറങ്ങാനുള്ള ഗ്യാപ്പ് മാത്രം മതി. പിന്നെ നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലുക്ക് എപ്പോഴും ഫോർവേഡ് ആയിരിക്കുക, മുന്നോട്ടേക്കായിരിക്കുക. ആൻഡ് കൈ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ വെക്കാതിരിക്കുക, വൈഡ് ആക്കിയിട്ട് നമ്മൾ പുഷപ്പ് എടുക്കാതിരിക്കുക. പുഷപ്പ് എടുക്കുന്ന സമയത്ത് കൈ ബാക്കോട്ടേക്ക്, അതായത് ഉള്ളോട്ടേക്ക് നമ്മൾ താഴ്ന്നിരിക്കാം. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ കൈയിൻ്റെ മസിൽസിലേക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാം. ഓക്കെ, 1 2 3 4 5. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 16 കൗണ്ടാണ് നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത എക്സസൈസിലേക്ക് പോവാം. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ പുഷപ്പ് ആണ്. അപ്പോൾ ഇൻക്ലൈൻ പുഷപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇൻക്ലൈൻ പുഷപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോറിലല്ല ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ചെറിയൊരു ഹൈറ്റ് ഉള്ള പ്ലേസിൽ എന്തെങ്കിലും ചെയറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു മതിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടാണ് പുഷപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാ നോക്കാം. കാൽ രണ്ടും അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൈ ഓപ്പൺ ആക്കരുത്. ചെസ്റ്റ് നമ്മുടെ ഈ ചുമരിന് ടച്ച് ചെയ്യുക. 1 2 3 4 5. ഇത് ചെയ്യേണ്ട കൗണ്ട് എന്ന് പറയുന്നത് 16 തവണയാണ്. അപ്പോൾ അടുത്ത എക്സസൈസിലേക്ക് പോവാം. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നോർമൽ പുഷപ്പാണ്. നോർമൽ പുഷപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൂടെ ചെയ്തിട്ട് വെറും 6 കൗണ്ട് ഓൺലി നമുക്ക് ചെയ്താൽ മതി. നമുക്കിത് കുറച്ചും കൂടെ എക്സസൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ വെറും 6 കൗണ്ട് ഓൺലി. ഓക്കെ, കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെസ്റ്റിന്
ഒരു ചെസ്റ്റിന് ഇറങ്ങാനായിട്ട് വേണ്ടിയുള്ള മാത്രം ഗ്യാപ്പ് മതി. അതുപോലെ കൈ വൈഡാക്കി ഓപ്പൺ ആക്കാതിരിക്കുക. നമ്മുടെ കാല് രണ്ടും അടുപ്പിച്ച് വെക്കുക. മാക്സിമം ചെസ്റ്റ് തറയിൽ തട്ടാനായിട്ട് നോക്കുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് വൈഡ് ആം പുഷപ്പ് ആണ് ചെയ്യാനുള്ളത്. അതെങ്ങനെയെന്ന് നോക്കാം. കൈ വൈഡാക്കി വെക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നോർമൽ പുഷപ്പിൽ കൈ നേരെ ബാക്കോട്ടായിരുന്നു മടക്കിയിരുന്നത്, അതായത് ഇങ്ങനെയല്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ നേരെ വൈഡായിട്ടാണ് മടക്കേണ്ടത്. ഇത് നമ്മളെ കൈക്കും ചെസ്റ്റിനുമാണ് വർക്കൗട്ട് കൊടുക്കുന്നത്. പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ലുക്ക് എപ്പോഴും ഫോർവേഡ് ആയിരിക്കുക. നോക്കാം, ചെസ്റ്റ് തറയിൽ തട്ടിക്കുക. ഓക്കെ, കൈ ഓവർ വൈഡ് ആക്കി വെക്കേണ്ടവർക്ക് വെക്കാം, അല്ലെങ്കിൽ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. 1 2 3 4 5 6. ജസ്റ്റ് 6 കൗണ്ട് ചെയ്താൽ മതി. നമുക്ക് ഇത് കുറച്ചും കൂടെ എക്സസൈസ് ചെയ്യാനുണ്ട്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഡിക്ലൈൻ പുഷപ്പ് ആണ്. അതായത് ഇൻക്ലൈൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ ഹൈറ്റിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് താഴേക്ക് പുഷപ്പ് എടുക്കാം. കാണിച്ചു തരാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ പുഷപ്പ് എങ്ങനെയാണോ എടുത്തത് സെയിം രീതിയിലാണ് എടുക്കേണ്ടത്. വൈഡ് പോകരുത്. കൈ വെക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. കറക്റ്റ് ഒരു ചെസ്റ്റ് ഇറങ്ങാനായിട്ട് മാത്രം മതി. പിന്നെ ചെസ്റ്റ് ഫ്ലോറിൽ തട്ടിക്കുക. കൈഡ് വൈഡ് ഓപ്പൺ ആക്കാതിരിക്കുക. ഓക്കെ, ബോഡി സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് കൗണ്ട് 1 2 3 4 5 6. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഡിക്ലൈൻ പുഷപ്പ് നമ്മൾ ചെയ്യേണ്ടത് 10 പ്രാവശ്യമാണ്. നമ്മളിതൊരു സെറ്റാണ്. അതായത് ഫസ്റ്റ് ചെയ്ത നീ പുഷപ്പ് മുതൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഡിക്ലൈൻ പുഷപ്പ് വരെ ഒരു സെറ്റാണ്. ഇതിൽ സെറ്റ് കൗണ്ട് നിങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നീ പുഷപ്പ് എന്ന് പറയുന്നത് 16 തവണ, ആൻഡ് നമ്മൾ അടുത്ത ചെയ്തത് ഇൻക്ലൈൻ പുഷപ്പാണ്, അത് 16 തവണ. പിന്നെ നോർമൽ പുഷപ്പ് 6, വൈഡ് ആം പുഷപ്പ് 6, ഡിക്ലൈൻ പുഷപ്പ് 10. ഇങ്ങനെയാണ് ഇതിൻ്റെ കൗണ്ടിങ് വരുന്നത്. ഇത് ഒരു സെറ്റ് ഓഫ് എക്സസൈസ് ആണ്. ഇതിൻ്റെ അടുത്തൊരു സെറ്റും കൂടി, അതായത് നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചെയ്ത മുതൽ ഒരു സെറ്റും കൂടെ നിങ്ങൾ അടിക്കുക. സെയിം കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, നോ പ്രോബ്ലം. നിങ്ങളെ കപ്പാസിറ്റി പോലെ ഇരിക്കും. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ ഡെയിലി ഇല്ലെങ്കിലും ഒരു ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്യുന്ന എക്സസൈസ് ആണ്. അതേപോലെ ഇടവിട്ട് നിങ്ങൾ കളിക്കാൻ ശ്രമിക്കുക. അതായത് ഇന്നിപ്പോൾ കൈക്കാണ് കളിച്ചതെങ്കിൽ നാളെയും കൈക്ക് തന്നെ കളിക്കാതെ അബ്ഡോമിനൽ എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കൈക്ക് മാത്രമല്ല പവർ വരുന്നത്, നമ്മുടെ ഷോൾഡർ മസിൽസും ട്രൈസെപ്സ്, ബൈസ്, അബ്ഡോമിനലിനും കൂടിയാണ് ഇത് പിടിക്കുന്നത്, ചെസ്റ്റ് ഓൾസോ. അപ്പോൾ ഇത്രയും പാർട്സിന് നമുക്ക് ഈ എക്സസൈസ് എഫക്റ്റീവ്നെസ് ആണ്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, ഒന്ന് ഇടവിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ താഴെ ഈ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ.